രാവിലെ ഇതാ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. ഇനി പാലപ്പമാണ്. പാലപ്പം അതിൻ്റെ കൂടെ ഇതാ ലുലുമാളിൽ നിന്ന് വാങ്ങിച്ച വെജിറ്റബിൾസിൻ്റെ റെഡി ടു കുക്ക്. അത് ഞാൻ എന്താ കുക്കറിൽ വെച്ചിരിക്കുക. പകുതിയേ ഉള്ളായിരുന്നു, പകുതിയെ ഒരു ദിവസം വെച്ചായിരുന്നു. സ്റ്റൂ വെക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ രാവിലെ അതൊന്ന് ചെയ്യട്ടെ. ഇത് ലാഭം കേട്ടോ. ഇതാ ഇത്രയും മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, ഒരു കുഞ്ഞി സവാള, ഇപ്പുറത്ത് പാലപ്പം കൂടെ ചുട്ടെടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇനി നമുക്ക് ഒരു നുള്ള് മല്ലിപ്പൊടി കൊടുക്കാം. മല്ലിപ്പൊടി സാധാരണ സ്റ്റോവിന് വേണ്ട, പക്ഷെ ആരൻ ഇച്ചിരി ഈ മപ്പാസ് പോലെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. വെജിറ്റബിൾ ആകുമ്പം ഒരു ഇച്ചിരി ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടെ ഇടുവാണെങ്കിൽ ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി പാലൊഴിക്കാം. എന്നാലും നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് ഒരു നുള്ള് മല്ലിപ്പൊടിയും ഗരം മസാല, റോ ആയിട്ടുള്ള ഗരം മസാല ഇടേണ്ടത്. പക്ഷേങ്കിൽ ഈ വെജിറ്റബിൾ ആകുമ്പോൾ അത് കടിക്കുമ്പം ഒരു അസ്വസ്ഥതയുണ്ട്. പൊടി ഒരു 2 നുള്ളി ഗരം മസാല, ഒരു നുള്ളി മല്ലിപ്പൊടി ഇട്ട് നമുക്ക് ഒരു ഫ്ലേവറിന് മാത്രം. തക്കാളി ഇടുന്നില്ല. തക്കാളി ഇട്ടാൽ ഒരു വേറൊരു ടേസ്റ്റ് പുളിപ്പം, അതുകൊണ്ട് അതിടുന്നില്ല. ശകലം ഗരം മസാല ഇട്ടു, ശകലം കുരുമുളക്, ഇത്തിരി വേണ്ട കുരുമുളക് പൊടിച്ചത്. ഇനി മല്ലിപ്പൊടി ഇതാ ഇത്രയും ഇടുന്നുള്ളൂ. ഇത്രയും ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്, 1/4 ടീസ്പൂൺ. ഒരു കൊഴുപ്പായിക്കോട്ടെന്ന് വെച്ചാൽ ഇനി നമുക്ക് കറിവേപ്പിലയിട്ട് വെന്ത പച്ചക്കറിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില ഇട്ടു. ഇനി വെന്ത പച്ചക്കറി അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കിടന്നങ്ങ് പറ്റല്ല, ഒന്ന് കുറുകട്ടെ. ലാസ്റ്റ് പാലൊഴിക്കാം. ഓക്കെ. ശർക്കര ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു വേവിക്കാൻ നേരം കേട്ടോ. ഉച്ചയ്ക്ക് ആരണിന് ഇഷ്ടമുള്ള ഡിഷ്, രാവിലെ ആരണിന് ഇഷ്ടമുള്ള ഡിഷ്. ഇന്ന് ആരൻ പോകുന്നില്ല, നാളെ എക്സാം തുടങ്ങും, ബോർഡ് എക്സാം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ തലേ ദിവസത്തെ വീഡിയോ പിറ്റേ ദിവസം, അല്ലെങ്കിൽ 2 ദിവസം കൂടുന്നത് പിറ്റേ ദിവസം അങ്ങനെയൊക്കെ ഇടുന്നത്. കാരണം അപ്ലോഡിങ് ഭയങ്കരമായിട്ട് താമസിക്കുന്നു, ഭയങ്കരമായിട്ടങ്ങ് താമസം വരും. അപ്പോൾ വെളുപ്പിനെയൊക്കെ ആവും നമ്മുടെ വീഡിയോ വരുമ്പോൾ. ആരും കാണത്തില്ല, അല്ലെങ്കിൽ തന്നെ 100 പേര് തികച്ച് കാണുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താൽ. അത് കാരണം ഞാൻ ഓർത്തു തലേ ദിവസത്തേത് പിറ്റേ ദിവസം ഇടാം. അതാകുമ്പോൾ സമയത്തിന് ഒരു ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങ് ഇടാമല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കും. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനോ സംശയങ്ങളൊക്കെ വരുമായിരിക്കും തന്നെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ മുന്നമേ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിന്ന് വ്യാഴാഴ്ച എടുക്കുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ ചൊവ്വാഴ്ചയൊക്കെ ആയിരിക്കും ഇടുന്നത്. അതുവരെയുള്ള വീഡിയോസ് ഉണ്ട്, എടുത്തു വച്ചിട്ടുണ്ട്, അന്നെന്നുള്ളത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പോകും. നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അപ്ലോഡിങ് താമസം വരുന്നു, അന്നെന്നുള്ളത് ഇടാമെന്ന് വിചാരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വ്യാഴാഴ്ച ആരൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പോകുന്നെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ലാസ്റ്റ് രാവിലെ എഴുന്നേക്കാൻ ക്ഷീണം, അത് കാരണം ഇന്ന് ഉറങ്ങുവാന്ന് പറഞ്ഞു. നാളെ പരീക്ഷയല്ലേ, ശരിക്കും ഉറങ്ങട്ടെ. ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ എന്താ സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഫ്രീസറിലെ വെജിറ്റബിൾ ഇരിപ്പുണ്ടല്ലോ, എന്നാൽ ഒരു സ്റ്റൂ വെക്കാം. ഉച്ചയ്ക്ക് അവന് ഇഷ്ടമുള്ള ഒരു കറിയാണ് വെക്കുന്നത്, അത് നോൺ വെജാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാളെ രാവിലെ 8 മണിക്ക് സ്കൂളിൽ ചെല്ലണം ആസ് യൂഷ്വൽ. അവിടുന്ന് 8:15 പരീക്ഷാ ഹാളിലോട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുപോകും. വേറെ സ്കൂളിലാണ് എഴുതുന്നത്, നവോദയ. അതിവിടെ തൊട്ട് 2 മിനിറ്റേ ഉള്ളൂ, എങ്കിലും നേരത്തെ കൊണ്ടുപോയി. പിന്നെ ഞാനും ചെല്ലും ഇവിടുന്ന്. ഞാൻ ഓട്ടോ പിടിച്ച് സെൻറ്ററിൽ ചെല്ലും. ഇവിടുന്ന് എനിക്ക് നടക്കാനുള്ളതേ ഉള്ളൂ, പക്ഷേ ഞാൻ ഓട്ടോ പിടിച്ച് പോയി മോൻ കയറുമ്പോഴേ ഞാൻ വരത്തുള്ളൂ. എന്നിട്ട് അല്ലേ
സമാധാനം കിട്ടത്തില്ല. ആദ്യത്തെ ദിവസം അങ്ങനെ ചെയ്താൽ ബാക്കി ദിവസമൊക്കെ പിന്നെ സ്കൂളിൽ നിന്നങ്ങ് അതുപോലെ അങ്ങ് പൊക്കോളും. ആദ്യത്തെ ദിവസം മാത്രമൊന്ന് നമ്മൾ ചെന്നൊന്ന് കണ്ടാലേ നമുക്ക് സമാധാനമുള്ളൂ. ഇവിടെ തൊട്ടപ്പുറത്താണ്. ഇവിടെ സെൻട്രൽ സ്കൂളും നവോദയ സ്കൂളും ആരണ്ട് സ്കൂളും എല്ലാം, പിന്നെ വേറൊരു സ്കൂളുണ്ട്. ഇഷ്ടം പോലെ സ്കൂളും ഹോസ്പിറ്റലുകളും നമ്മളുടെ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ. പള്ളികളും, അയ്യോ, എല്ലാ ടൈപ്പ് പള്ളികളും. അപ്പം അങ്ങനെ ആകുമ്പം ഞാൻ ഓർത്ത ആരണ്ണിന്ന് നല്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കാം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന നോൺ വെജ്, അത് നാളെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി അവന് അതും കൂടെ. ആ നോൺ വെജ് പക്ഷേ കഴിക്കാതെ പോകുന്ന നല്ല വയറിനൊക്കെ. നോക്കട്ടെ, നാളെ രാവിലെ കൊടുക്കാൻ പറ്റുന്ന ചമ്മന്തി ഇഡലിയും കൊടുക്കാം. ഞാൻ ഇച്ചിരി ഇഡലിക്ക് ശകലം അരച്ച് വെക്കാം. ശകലം മതി. നാളെ ഒരു ദിവസം പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം കഴിഞ്ഞ് അപ്പം പിന്നെ ഒരു പിടി അവന് നാളെ കഴിക്കാനുള്ള ഇഡലി, ചമ്മന്തി, സാമ്പാർ വേണ്ട, ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴേ ഉഴുന്നൊക്കെ അങ്ങോട്ട് ഇട്ട് വെച്ചേക്കാം. വെള്ളത്തിലിപ്പോൾ ഇടണ്ട, വൈകുന്നേരം മതി. 5 മണിക്കൂറൊന്ന് കുതിർന്നാൽ മതി. അപ്പം ഇതിങ്ങനെ ഒന്ന് കുറുകിയിട്ടുണ്ട്. കോൺഫ്ലോർ അങ്ങനെയൊന്നും ചേർക്കണ്ട, കാരണം വയറിനെടുക്കാം. പിന്നെയിപ്പോൾ ഇത് എല്ലാം ചേർന്നിട്ടുണ്ട്. തക്കാളി ഇട്ടില്ല, തക്കാളി വേണ്ട, പുളിക്ക്. മല്ലിപ്പൊടി ഇട്ടുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് കേട്ടോ, ക്രീം പോലെ കളറിൽ. സൂപ്പർ ടേസ്റ്റാണ്. അതാ പറഞ്ഞത്, തക്കാളി ഇടുമ്പോൾ വേറെ പുളി വരും, എനിക്കിഷ്ടമല്ല. കോൺഫ്ലോറൊക്കെ ഇട്ടാൽ നമ്മുടെ ശരീരത്തിന് നൽകാം, വയറിന്. അതുകൊണ്ട് ഞാനതൊന്നും അങ്ങനെ അധികം ഇടാറില്ല. പിന്നെ ആവശ്യം വന്നാൽ ഇടുമെന്നാണ്. ഇനി നമുക്ക് ഇച്ചിരി പാലൊഴിക്കുക, വാങ്ങുക, പാലപ്പം കഴിക്കുക. പാലപ്പം വെച്ചിട്ട് വേറെ പണിക്ക് തൊട്ടിപ്പുറത്തെ അടുപ്പിലാന്ന് പറഞ്ഞാലും ബർണറിലാന്ന് പറഞ്ഞാലും പാലപ്പം വെച്ചിട്ട് വേറെ പണിക്ക് പോകുമ്പോൾ അത് തീ കുറച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഒരു ബ്രൗൺ, ചെറിയ നേരിയ ലൈറ്റ് ബ്രൗൺ ആവും. അതാണൊരു പ്രശ്നം. ഉണ്ടാക്കിയ രണ്ട് പാലപ്പം അങ്ങനെയായി. ഇപ്പോൾ പാലൊഴിച്ചില്ലേ പോലും ഈ കറി തന്നെ ടേസ്റ്റാണെന്നറിയാമോ. നല്ല മണവും വരുന്നുണ്ട്. ആഹാ, കേട്ടോ, പാലൊന്നും വേണ്ട. അതിന് ഇച്ചിരി പാലൊഴിക്കാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. അതിനകത്ത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതിനൊക്കെയാണ് ആദ്യം നോക്കിയില്ല. ഒരു അച്ചിങ്ങ പോലെ, ബീൻസ് അല്ലായിരുന്നു, അച്ചിങ്ങ പോലെ എന്തോ. ഇത് കണ്ടോ, അച്ചിങ്ങ പോലെ, ബീൻസ് അല്ലായിരുന്നു. അതായത് ബീൻസാണോ വലിയ നെലിഞ്ഞ ബീൻസ്, ആ പച്ച കളറിലെ അതാ അയ്യോ, അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡഡ് ഐറ്റം നാണം കെടുത്താനല്ലേ. ഞാൻ എന്നാ ഒരു ബുദ്ധൂസാണ്, സോറി കേട്ടോ. ബീൻസ്. അപ്പോൾ ഇനി പാലൊഴിച്ച് ഓഫ് ചെയ്യാവേ. ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് പാലൊഴിക്കുക. പാലൊഴിച്ച് ഇളക്കട്ടെ. ഇനിയിപ്പോൾ എന്നാ ടേസ്റ്റ്, തീ നിർത്തിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നാ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഞാൻ ഇവിടുത്തെ മേളി ഇങ്ങനെ ഇതിൻ്റെ അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ തൊട്ട് മേളി ഇതുണ്ട്, ട്യൂബ് ലൈറ്റ്. പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് ഈ കറണ്ട് ചാർജ് ഭയങ്കര പേടിയാണ്. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ക്ലാരിറ്റി ഇല്ലെങ്കിൽ. ഉണ്ടല്ലോ, ഉണ്ടോ, നല്ല മപ്പാസല്ലേ, നോക്കി. ഓഫ് ചെയ്തിരിക്കുക കേട്ടോ. തേങ്ങാപ്പാലൊഴിച്ച് പിരിഞ്ഞു പോലെ സൂപ്പറല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉച്ചക്കലത്തെ ഡിഷ് കാണിക്കാവേ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ബീഫ് വെക്കാൻ പോവാം. സിമ്പിളാണ്. ആരണ് ഒരുപാട് എരിവ് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ട് 1 ഇഞ്ച് കനത്തിലൊരു ഇഞ്ചി, 4 കുഞ്ഞ് വെളുത്തുള്ളി, 4 കുഞ്ഞ് ചുവന്നുള്ളി, ഇത്രയും അങ്ങ് ഇട്ട് കൊടുക്കും കുക്കറിലേക്ക്. ഇനി ചെയ്യുന്നത്
നല്ലതായിട്ട് 5-6 പ്രാവശ്യം കഴുകി വെച്ച് ബീഫ് നെയ്യും ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് നെയ്യുണ്ട്. ഒത്തിരി നെയ്യില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതങ്ങനെ ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടണം. മതി. ഇനി ഒരു 5-6 കറിവേപ്പില. വേറെ ഒന്നും ഇപ്പോൾ എടുത്തില്ല കേട്ടോ, ഇതങ്ങ് വെന്ത് വരണം. 5-6 കറിവേപ്പില, ഒത്തിരി വേണ്ട. ഇറച്ചിയുടെ രുചി ഇറങ്ങി വരണം. ഇളക്കമൊന്നും വേണ്ട. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. ഒരു 5-6 വിസിൽ. 5-6 വിസിലെന്ന് പറയുമ്പോൾ ഇറച്ചിയുടെ വേവ് നോക്കി വേണം. ഫുൾ ഫ്ലെയിമിലൊരു 4 വിസിലും, പിന്നെ ഒരു 2-3 വിസിൽ മീഡിയം ഫ്ലെയിമിലും, ലോ ഫ്ലെയിമിലൊരു 2-3. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് ഇതിൻ്റെ എല്ലാം കണക്ക് കുറയ്ക്കണം കേട്ടോ. വെന്തിട്ട് കാണാവേ. ബീഫ് വെന്തിട്ടുണ്ട്, ആവി പവൻ വെച്ചിരിക്കുകയാണേ. അപ്പം നമുക്കിതൊന്ന് ഒലത്താനുള്ളതൊക്കെ റെഡിയാക്കാം. പാത്രം ചൂടായി, അല്പം വെളിച്ചെണ്ണ, കുറച്ച് മതി. ഇനി നമുക്ക് ഒരു കുഞ്ഞി സവാള, തേങ്ങാക്കൊക്കെ ഇടണമെങ്കിൽ ഇട്ടോണം, ഈ കൊച്ചിന് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇളക്കാം. കുഞ്ഞൊരു 2 പൊടിച്ചൊടിച്ചിട്ട് കറുവ, ഒരു 3 കുഞ്ഞ് ഗ്രാമ്പ്, ഉപ്പ് പിന്നെ നമുക്കിടാം, വേവിച്ചപ്പം ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള പൊടികൾ, കണ്ടമാനമൊന്നും ഇടുന്നില്ല. ആംബുലൻസ് പോകുന്നു, കർത്താവ് സൗഖ്യം കൊടുക്കട്ടെ. ആംബുലൻസ് പോകുമ്പോൾ കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ആ രോഗിക്ക് സൗഖ്യം കൊടുക്കണം. ഞാനും പോയിട്ടുള്ളതാണേ, എൻ്റെ ആരന്മോനെയും കൊണ്ട്. അതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇതുപോലെ. ചെറുപ്പം തൊട്ട് പള്ളിയിലച്ഛന്മാർ പറഞ്ഞു തരുമായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പൊടികളെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിന് മുമ്പ് ഒരു 2 ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ടാൽ മറന്നു കേട്ടോ. ഏലക്ക ഇട്ടാലേ ഒരു ടേസ്റ്റുള്ളൂ. ഒരു 4 ചെറുതിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നു വെച്ചു. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുള്ളേ. മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണേ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് 1/2 ടീസ്പൂൺ കാണിക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നു. പിന്നെ ചെയ്യുന്നത് ഗരം മസാലയുടെ പൊടി ഒരു ശകലം, അതും ശകലം കുരുമുളക്, എല്ലാം 1/4 ടീസ്പൂണൊക്കെ മതി. അതി എരിവ് വേണ്ട. കുരുമുളക് ചതച്ചത്, ഗരം മസാല പൊടിച്ചതൊരു ഇത്ര ഇടുന്നത് മതി. ഇച്ചിരി തിരക്ക്, ഹോസ്പിറ്റലിൽ പോകണം, അതാ ധൃതിയിൽ അടപ്പിനകത്തൊക്കെ കാണിക്കുന്ന കാരണം ഫോണിനകത്തൊക്കെ അളവ് കാണിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ലേ. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം കാണിക്കുന്നത്. എനിക്കൊരു സ്കാനിങ് ഉണ്ട്, ഞാൻ ചുമ്മാ ഒരു ചെക്കപ്പ്. വയറ്റിൽ എപ്പോഴും എരിച്ചില്ല. വെന്ത് ഇറച്ചി അങ്ങോട്ട് ഒഴിക്കുക. നല്ല നമ്മൾ
തീ കുറച്ച് വെച്ച് മൂടി വെക്കാം. കാരണം എന്ന് വെച്ചാൽ എന്നാലേ എല്ലാം പിടിക്കുള്ളൂ. തീ ഇതാ കുറച്ച് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുമ്പോൾ വേകണമെങ്കിൽ വേകുകയും ചെയ്യും, എല്ലാം അരപ്പെല്ലാം അങ്ങ് പിടിക്കുകയും ചെയ്യും. അപ്പം നല്ല സ്വയംഭനായി വരും. ഉപ്പ് നോക്കട്ടെ. ഹോസ്പിറ്റലിൽ 4-ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം അവരിപ്പോൾ വിളിച്ച് 2-ന് ചെല്ലണമെന്ന്. അന്നേരം എനിക്ക് 2-നല്ല 2:30 ചെല്ലണമെന്ന്. അപ്പോൾ എനിക്ക് 2-ന് റെഡിയാണ്. 2:15 ഓട്ടോ വരും. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഉപ്പിടണ്ട, ആദ്യമായിട്ട് ഉപ്പ് കറക്റ്റ്. ഇനി തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നല്ല കൊഴുപ്പ്, നല്ല ഈ എന്താ പറയുന്ന നെയ്യുള്ള 1 കിലോ ബീഫായത്. നിങ്ങൾ നോക്കി 1/2 കിലോ പോലും ഉണ്ടോ? 1 കിലോ ബീഫ്. ദൈവമേ, ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോഴത്തെ കാര്യങ്ങൾ. കണ്ടോ, നമ്മൾ പിന്നെ അതും ഇതൊന്നും ചുമ്മാ ഇട്ടില്ലല്ലോ കണ്ടമാനം. ആ ടേസ്റ്റ്, ഇറച്ചി വെന്തിറങ്ങുന്ന ടേസ്റ്റിൽ കഴിക്കണം. അല്ലാനുള്ള സവാളയും ഉള്ളിയെല്ലാം കൂടി ഇട്ട് കഴിച്ചിട്ട് കൊടുക്കാൻ തേങ്ങാക്കൊത്തൂക്കിയിട്ട് അതിൽ ഇറച്ചിയുടെ ആ വെന്ത ടേസ്റ്റ്, ആ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിടന്ന് മൂടി വെച്ച് പറ്റി വരുമ്പോൾ നല്ലതാണ്. ചോറുമ്മ അധികം കഴിക്കണ്ട, ശകലം മതി. പിന്നെ അപ്പോൾ ഇത് മൂടി വെക്കട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തീ കുറച്ച് വെച്ച് ഇനി മൂടി വെക്കാമേ. അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ അതാ ബീഫ് നല്ല സ്വയംഭനായി. എന്നാ മണമെന്നറിയാം. സാധാരണ ഈ സമയത്ത് നമ്മൾ കുരുമുളക് ഇടുന്നത്. ഞാൻ പിന്നെ ആദ്യമേ മറ്റേ ആ 2ാമത് താളിപ്പിൻ്റെ സമയത്ത് അങ്ങിട്ട് എല്ലാം ഒന്ന് പിടിച്ചോട്ടെന്ന് കരുതി. എന്നാ മണമെന്നറിയാം. എന്നാന്നറിയാം, നല്ല നെയ്യുള്ള ആരൻ പറഞ്ഞിട്ട് ഞാൻ 1/2 തക്കാളി ഇട്ട്. കാരണം ആരന് നാളെ ഇത് വേണ്ടല്ലോ, ദോശയും ഇഡലിയൊന്നും വേണ്ട, പാലപ്പം മതി. ബീഫുള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഇത് ഇങ്ങനത്തെ കുഴമ്പ് പോലെ ഇങ്ങനെ ബീഫ് വെച്ചിട്ട് പാലപ്പമൊക്കെ ഇഷ്ടമാണ്. ഇച്ചിരി നേരത്തെ എഴുന്നേൽപ്പിച്ചിട്ട് നേരത്തെ കഴിപ്പിക്കണം. 8-ന് സ്കൂളിൽ ചെല്ലണം. 8:15 സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി 8:30 മുമ്പ് ഹാളിൽ ചെല്ലും. എന്നിട്ട് പിന്നെ 10-ന് പരീക്ഷ തുടങ്ങുന്ന 9:30 ആകുമ്പോഴോ മറ്റേ അകത്ത് കയറ്റും. 9-നോ 9:30. എന്നിട്ട് പിന്നെ 9:15 അങ്ങനെയാണ്. 10-ന് തുടങ്ങിയ 1 മണി വരെ, 11, 12, 1, 3 മണിക്കൂർ. അപ്പം നമ്മൾ നേരത്തെ കഴിപ്പിക്കണം. കൊച്ചുങ്ങൾക്ക് ഇടയ്ക്ക് വെള്ളം കൊടുക്കും, നമ്മളും വെള്ളം കൊണ്ടുപോകാം, കുഴപ്പമില്ല. എന്നിട്ട് വിശന്നിരിക്കുന്നതല്ലേ. ഇവർക്ക് വിശപ്പൊന്നുമില്ല, ഇവർക്ക് പരീക്ഷ ഇങ്ങനെ ആകുമ്പോൾ ടെൻഷനല്ലേ. അപ്പോൾ ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടെ. കഴിക്കാൻ നേരം നല്ല നെയ്യൊക്കെ ഇങ്ങനെ മേളിൽ കിടക്കും. ഓക്കെ, അപ്പം ഇനി സമയമാകുമ്പം ചോറൊക്കെ ഉണ്ട്, കുളിച്ച് റെഡിയായി. ഇഷ്ടംപോലെ വെള്ളം കുടിച്ച് ബ്ലാഡർ ഫുള്ളാക്കി വേണം ചെല്ലാൻ. അപ്പോൾ അതാ അങ്ങനെ ചെല്ലട്ടെ. എല്ലാം ചെയ്തു, അലക്ക് കഴിഞ്ഞു, തുണിയെല്ലാം ഫിഷ് ടാങ്ക് തിണ്ണയിലിരുന്നത് കഴുകി. പിന്നെ തുണി പപ്പടം വറുത്തു. ഫിഷ് ടാങ്ക് എല്ലാം കഴുകി, തുണിയെല്ലാം അലക്കി വിരിച്ചു. ഇനിയെല്ലാം കട്ടിലേ കിടക്കുന്നത് മടക്കിയാൽ മതി. ഇത് ഉണങ്ങുമല്ലോ. ഉണങ്ങുമ്പോൾ അകത്ത് വിരിക്കുന്നതുകൊണ്ട് അങ്ങേ ചായ്പി വിരിക്കുന്നതുകൊണ്ട് നാളെ ഉണങ്ങത്തുള്ളൂ. അപ്പോൾ നാളെ തുണിയൊക്കെ മടക്കിയാൽ മതി. ഉണങ്ങുമ്പോൾ എല്ലാം കഴിഞ്ഞു. കോഴിയുടെ കാര്യം എല്ലാം കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ പോകുന്നതും വരുന്നതും ഒക്കെ എടുത്ത് ഇന്ന് വൈൻഡപ്പ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് വ്യാഴാഴ്ചയാണ്, ചൊവ്വാഴ്ചയായിരിക്കും ഇതിടുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ കാണിക്കാമേ ഒരുങ്ങിയിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ബീഫ് എന്നാ മണമെന്ന് പറയും. നല്ല നെയ്യുള്ള നല്ല നാടൻ പോത്ത, ഒറിജിനൽ. ഓക്കെ, എല്ലാം നടക്കണ്ടല്ലേ. അവര് 4 പറഞ്ഞിട്ട് പിന്നെ 2:30 വരാൻ പറഞ്ഞേ. അതാ ഞാൻ പിന്നെ ചോറുണ്ടോ? സ്കാനിങ് അല്ലേ, അല്ല
ഒന്നാന്തരം 2 ചെരുപ്പ് ഊരിപ്പോയി. അതിൻ്റെ ഒരു ഫംഗ്ഷന് പോയപ്പം പൊട്ടി ഇങ്ങനെ ഊരിപ്പോകുന്നത് തയ്ക്കാൻ കൊടുക്കുക കളത്തിപ്പടി. മോനെ തിരിച്ചു വരുമ്പോ കിട്ടുമോ ചോദിക്കും. അത് 10 മിനിറ്റ് നേരത്തേക്ക് മോനെ മൊത്തം നൂലിട്ട് തയ്ച്ചോളാൻ പറ. അത് തരാ. അല്ല അങ്കിൾ ഇവിടെ കാണുവായിരുന്നു, ഇവിടെ വെച്ചേക്കാം, അപ്പോഴേക്കും തിരിച്ചു വരുമ്പോ എടുത്താൽ മതി. തുറന്നിടും അല്ലേ? പൈസ തരാം 300. അപ്പൊ ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു? ഉണ്ട്. എന്നാ തയ്ക്കുന്നതിനാ 300. സന്തോഷത്തോടെ ആരോഗ്യത്തോടെ പോയ ആൾ അവിടെ ഒബ്സർവേഷനിലായിരുന്നു 3-4 മണിക്കൂർ. 3-4 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നേ. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്ത് നന്നായി, അല്ല ആകെ വിഷയമായതിനെ. അവിടെ കാഷ്വാലിറ്റിയിൽ എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് പ്രഷർ ഭയങ്കര ഹൈ ആയി. സ്കാനിങ്ങിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ പിടിച്ചത്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ റോഡിൽ ഇച്ചിരി മുന്നോട്ട് വരുമ്പം ഒരു ബജ്ജിക്കടയുണ്ട്. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഉച്ചയിഞ്ഞാണെങ്കിൽ അതങ്ങനെ കയറാറുള്ളത്. നല്ല വടയാണ്. അപ്പോൾ എനിക്ക് ഷുഗർ ഭയങ്കര ലോ ആയിപ്പോയി, പ്രഷർ ഭയങ്കര കൂടിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹോസ്പിറ്റലിൽ മെഷീൻ കോഫി ഉണ്ട്, അത് പെട്ടെന്ന് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കുടിച്ചു. എന്നിട്ട് പിന്നെ ഓട്ടോ പെട്ടെന്ന് വന്നായിരുന്നു ആ പയ്യൻ, ഞങ്ങളെ ഇറക്കിയിട്ട് പോയായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ബജ്ജിയൊക്കെ കഴിച്ചു.